ഉജ്ജ്വലൻ ഒരു ഋജ്വലനാണ്, ഋജ്വലൻ ഒരു പ്രജ്വലനാണ്. നമ്മുടെ പാട്ടിന്റെ പിഷക്വരനാണ്. പിഷക്വരൻ എന്ന് പറഞ്ഞ എന്താ? അച്ചു ഡോക്ടർ പറഞ്ഞു കൊടുക്കാതെ അങ്ങനെയാണെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പറഞ്ഞു കൊടുത്തു. അവനിഷ്ടമാണ് കേട്ടോ ആ പേര്. അപ്പൊ ഭിഷഗ്വരൻ ഏത് പാട്ടാന്ന് പറഞ്ഞേ? പുഴയോരഴകുള്ള രവീന്ദ്ര മാഷിന്റെ ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. എന്റെ നന്ദിനിക്കുട്ടിക്ക് എന്ന സിനിമയിലെ പാട്ടാണിത്. 1984 റിലീസ് ചെയ്ത സിനിമയാണ് അല്ലേ? നമ്മുടെ രവീന്ദ്ര മാഷിന്റെ സംഗീതം, ONV സാറിന്റെ വരികൾ, പാടിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദാസേട്ടൻ. കറക്റ്റ് ആണല്ലോ? അപ്പൊ നമുക്കിനി പാട്ടിലേക്ക് കടന്നാലോ? പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്.
റിജ്വല എന്തോ ഇത് എന്തോന്ന് റോക്കറ്റ് പോലെ അങ്ങ് പോയില്ലേ? അതെ, എന്തൊരു പോക്കാത്. അവസാനത്തെ ഒരു ഹമിങ് ഉണ്ടല്ലോ. ആ ഓ, രോമാഞ്ചം വന്നു. അതെ. ആ രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞ കുറഞ്ഞു. ഗൂസ് അതെ, അതെ. ബംസ്. ഗൂസ് ബംസ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു. പറഞ്ഞോ? അതെ. അയ്യോ, അത് എന്തൊരു ഹൈറ്റ് ആണ്. ആ പിച്ചിൽ അത് വരണ്ടേ? ആ. ആ അതിനെ ഇങ്ങനെ ഒരൊറ്റ അലക്കല്ലേ. അതെ അതെ. മിടുക്കൻ. സൂപ്പർ സൂപ്പർ സൂപ്പർ. വേറെ ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. ഉം. പിന്നെ ഇടയ്ക്ക് പാടിയ മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ്, മാനത്തൊരു മഴവില്ല് കണ്ടാൽ ഇളകും പെണ്ണ്, അതെ അതെ അതെ. സൂപ്പറായിട്ട് പാടി. Yes. താങ്ക് യു. അതുപോലെ തന്നെ ചരണത്തിന്റെ അടുത്ത ചരണത്തിന്റെയും അതാണ്. ഇടയ്ക്കൊരു ലൈൻ പാടത്തെ നെല്ലിനും തീരത്തെ തീരത്തെ തൈകൾ, തൈകൾക്കും. അത് പാടിയില്ലേ? അത് മിസ്സായി പോയി. പകരം താഴത്തെ ലൈൻ പാടിപ്പോയി. പകരം കടമെടുത്തു. അത് കടമെടുക്കാതെ ഒന്ന് പാടാൻ പറ്റുമോ? മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ്, യെസ്. മാനത്തൊരു മഴവില്ല് കണ്ടാൽ ഇളകും പെണ്ണ്. സബാഷ്. ആഹാ. യെസ്, ഇതിനേക്കാൾ നല്ലായിരുന്നു ടേക്കിൽ അല്ലേ? അടുത്ത് പാടത്തെ നെല്ലിനും തീരത്തെ തൈകൾക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ്, ആ. അവളൊരു പാവം പാൽക്കാരി പെണ്ണ്. അത് എണ്ണി വെച്ചില്ലേ? പെണ്ണ് എത്രണ്ണം? 1 2 3 4 5 അങ്ങനെ എണ്ണി വെച്ചിരിക്കണ. അങ്ങനെയും പറയാം. അങ്ങനെ അങ്ങനെയും പറയാം. ഏകദേശം അങ്ങനെയൊക്കെയാണെന്ന് അല്ലേ? ആ. ആ അതിന് ഒരു കൈയടി കൊടുക്കാം. മിടുക്കൻ. കാലിലെ കൊലുസെല്ലാം ഊരി എറിഞ്ഞു. ഉം. സബാഷ്. താങ്ക് യു. വേറെ ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. ഇങ്ങനെ അതിങ്ങനെ ഊരി വീഴുന്ന പോലെ തോന്നി. ദാറ്റ് വാസ് വെരി ബ്രില്യന്റ് കേട്ടോ. താങ്ക് യു. പിന്നെ മിണ്ടാതെ പാഞ്ഞു, അത് വളരെ സോഫ്റ്റ് ആയിട്ട് പാടിയില്ലേ? ആ. ഒരു സൈലൻസിൽ ആ. അത് പാടാനുള്ള ഒരു എസ്തെറ്റിക്സ് അവനുണ്ടെന്നുള്ള. അതെ, തീർച്ചയായിട്ടും. അതൊന്നും പാടിക്കോ. അവിടെ ഒന്നും ആരോടും മിണ്ടാതെ പാഞ്ഞു. ആ ആയിരം നൊമ്പരം മാറിലൊതുക്കി കൊണ്ടാഴിയിലേക്ക് അവൾ പാഞ്ഞു, അവളൊന്നും ആരോടും മിണ്ടാതെ പാഞ്ഞു, മിണ്ടാതെ പാഞ്ഞു. യെസ് യെസ് യെസ്. ഭയങ്കര അത് ഇമോഷൻ കറക്റ്റ്. മിണ്ടാതെ പാഞ്ഞു, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അപ്പൊ എവിടെയാണ് ശബ്ദം കൊണ്ടുവരേണ്ടത്, എവിടേക്കാണ് ശബ്ദം ഒതുക്കേണ്ടതാണ്, എവിടെയൊക്കെ സൈലൻസ് വേണം, എവിടെയൊക്കെ അഗ്രസീവായിട്ട് പാടണം, ഇതൊക്കെ നമ്മുടെ ഉജ്ജ്വലൻ റിജ്വലനായിട്ട് പാടിയിരുന്നു. അത് സഭാഷാണ്. താങ്ക് യു. സുഷേ, ഈ രാഗത്തിനെ പറ്റി 1-2 കാര്യങ്ങൾ സുഷുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ മെഹദി ഹസൻ സാബ്, ഗ്രേറ്റ് ഗസൽ ലെജൻഡ്, അദ്ദേഹം ഒരു ദിവസം മോഹനത്തിൽ ഒരു സരിഗപദ സദപഗരിസ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അടുത്ത ദിവസം രാവിലെ വന്നപ്പോഴത്തേക്കും അതേ സുർമണ്ഡലം ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു പ്രത്യേകത. കാരണം ആ ദാ ഒന്ന് ഇറങ്ങിപ്പോയി. സരിഗപദ അതിന്റെ ആ തന്തി കുറച്ച് വലിഞ്ഞു പോയി, ദാ അല്ലേ? ലൂസായി പോയി. അങ്ങനെയായി. അപ്പൊ ദാ താഴോട്ട് അതെ അതെ. സദപഗരിസ എന്ന് വന്നു. അപ്പൊ അദ്ദേഹം ഇതിന് സെഹ്റ എന്ന് പറഞ്ഞിട്ട് ഒരു രാഗത്തിന്റെ പേര് കൊടുത്തു. അബ് സേ ഹം ബിഛ്ടേ തോ ഷായദ്, അങ്ങനെ ഒരു ഗസൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോ ഇവിടെ നമ്മുടെ സൗത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കച്ചേരിക്കിടയിൽ ഗ്രേറ്റ് ലാൽഗുഡി ജയറാമൻ സാറിന്റെ അടുത്ത്, അദ്ദേഹം വലിയ കമ്പോസറാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇങ്ങനെ മെഹദി ഹസൻ സാബ് ഇങ്ങനെ ഒരു രാഗം അതിന് സെഹ്റ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് ഇദ്ദേഹം അതിന് വാസന്തി എന്നുള്ള പേര് കൊടുത്തു, ലാൽഗുഡി ജയറാമൻ സാർ. എന്നിട്ട് അതില് ഒരു തില്ലാനെ ഉണ്ടാക്കി. അങ്ങനെയാണ് പിന്നെ ഞാൻ രവീന്ദ്ര മാസ്റ്ററുടെ ഈ ഇന്റർവ്യൂയിലേക്ക് വരുമ്പോഴത്തേക്കും മാസ്റ്റർ പറയുന്നത് ഈ സെഹ്റ എന്ന് പറഞ്ഞ മെഹദി ഹസൻ സാബിന്റെ ആ ഒരു കണ്ടുപിടുത്തം, ഈ രാഗം, അത് ബേസ് ചെയ്തിട്ടാണ് ഈ പാട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഈ പുഴയൊരഴക് ഉള്ള പെണ്ണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് ഈ പാട്ടിന്റെ ഒരു ഒറിജിൻ. അതിനെപ്പറ്റി പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ കഥ കഴിഞ്ഞു. ഇനി കഥ തുടരും. റിജ്വൽ കുട്ടാ, എന്തോ ഭിഷഗ്വര, എന്തോ എന്തൊരു ചേഞ്ചാണ് നമ്മുടെ ഭിഷഗ്വരന്. തുടക്കം മുതൽ അവസാനം വരെ വളരെ മനോഹരമായിട്ട് പാടി. അപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെയൊക്കെ മുമ്പോട്ടേക്ക് നല്ല രീതിയിൽ വാ. അപ്പൊ ഞാൻ പ്രത്യേകം നമ്മുടെ ഗ്രൂമേഴ്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ആ കാര്യത്തില്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റിജ്വൽ കുട്ടാ, എന്തോ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല സത്യമായിട്ടും. ഞാൻ ഇങ്ങനെ ഇരിക്കുക, വേറെ ഒരു ശബ്ദം, അതായത് ഇങ്ങനെ അൺലോക്ക് ചെയ്യില്ലേ, അതായത് നമ്മളിങ്ങനെ ആ ചാവി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, എവിടെ എവിടെ
ചാവി അങ്ങനെ അവസാനം റിജ്വൽക്കുട്ടന്റെ കൈ കിട്ടി ആ ശബ്ദം അങ്ങ് തുറന്നു. അതെ. എന്നിട്ട് ഇങ്ങനെ പറക്കുക റിജ്വൽ, അതിങ്ങനെ എൻജോയ് ചെയ്ത് പാടുക റിജ്വൽക്കുട്ടൻ. വേറെ ലെവൽ, ഒന്നും പറയാനില്ല, വേറെ ലെവൽ. മിടുക്കൻ മിടുക്കൻ മിട് 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 മിടുക്കൻ. താങ്ക് യു. മിടുക്കൻ. അപ്പോ ഭാവിയിൽ ഭിഷഗ്വരനാവാൻ പോകുന്ന ഉജ്ജ്വലനായിട്ട് പാടിയ റിജ്വൽ കുട്ട ഇനി കിട്ടിയിരിക്കുന്ന മാർക്ക് 100 out of 100 plus 1 star. അപ്പൊ പോരട്ടെ നമ്മുടെ റിജ്വൽ കുട്ടൻ ഒരു അടിപൊളി മധുര മഴ. താങ്ക് യു. റിജ്വൽ കുട്ടനാണ് പെർഫോമർ ഓഫ് ദ ഡേ. ആരെ വിളിക്കണം അവിടുന്ന്? MJ സാർ. വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ്. ടാറ്റാ, ഗുഡ് നൈറ്റ്. Good night. മഴവില്ല